ട്രെയിലറുകൾ കണ്ടാൽ നമുക്കൊരു ആവേശം, നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും, ഇനി എന്താണ് സംഭവിക്കുന്നത് സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതേസമയം ഹിന്ദി ട്രെയിലറുകളിൽ ഫുൾ കഥ പറഞ്ഞു തരും. പിന്നെ അതുകൊണ്ട് സിനിമ കണ്ട് കാശോ സമയമോ കളയേണ്ട യാതൊരു ആവശ്യവും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഹലോ, മിസ്റ്റർ ആൻഡ് മിസസ് മാഹി. രാജ്കുമാർ റാവു നായകനായി, ജാൻവി കപൂർ നായികയായ സിനിമ. പ്രൊഡ്യൂസർ കരൺ ജോഹർ, സംവിധാനം ശരൺ ശർമ്മ. അപ്പോൾ രാജ്കുമാർ റാവുവിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നോർമലി നല്ലതാവുന്നതാണ്. ജാൻവി കപൂർ ആവട്ടെ ആദ്യം കൊള്ളില്ല അഭിനയം എന്ന് പറഞ്ഞവരെ കൊണ്ടുപോലും തിരുത്തി പറയിച്ച നടിയാണ്. ഇപ്പോൾ അഭിനയത്തിൽ വളരെയധികം മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ് ജാൻവി കപൂർ. ഈ ബോളിവുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോളിവുഡ് സ്ക്രിപ്റ്റിനേക്കാളും കഥയേക്കാളും സിനിമയുടെ കോണ്ടന്റിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അവർക്ക് മാർക്കറ്റിംഗ് ആണ് പ്രധാനം. അതുകൊണ്ട് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റീസെന്റ് വന്ന BMCM ബഡേമിയ ചോട്ടേമിയ എന്ന സിനിമയിലെ വില്ലൻ പൃഥ്വിരാജ് ആയിരുന്നു. വില്ലൻ പൃഥ്വിരാജ് ആവാൻ കാരണം അത് സൗത്തിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടാണ്. 350 കോടി എടുത്ത സിനിമ 150 കോടി പോലും കളക്ട് ചെയ്യാതെ തകർന്നടിഞ്ഞു. അതിനെപ്പറ്റിയുള്ള റിവ്യൂ എന്റെ ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഫസ്റ്റ് കമന്റിൽ ചേർത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. എന്തായാലും മാർക്കറ്റിംഗിലാണ് എപ്പോഴും ഫോക്കസ്, ബോളിവുഡിന്റെ ഫോക്കസ്. ഈ പേര് തന്നെ നോക്കൂ, മിസ്റ്റർ ആൻഡ് മിസസ് മഹി എന്നോ മിസ്റ്റർ ആൻഡ് മിസസ് മാഹി എന്നോ ഒക്കെ വായിക്കാം. ഈ മാഹി അല്ലെങ്കിൽ മഹി എന്നത് മഹീന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ഷോർട്ട് നെയിം ആണ്. ഇവിടെ നായകന്റെ പേര് മഹീന്ദ്ര അഗർവാൾ, നായിക മഹിമ. എന്തായാലും രണ്ടുപേരും മഹിയിൽ തുടങ്ങുന്നതുകൊണ്ട് മഹി എന്നാണ് സിനിമയുടെ പേര്, മിസ്റ്റർ ആൻഡ് മിസസ് മഹി. ഈ പേരിൽ മാത്രമല്ല കോയിൻസിഡൻസസ്, യാദൃച്ഛികതകളുടെ ഒരു അയ്യര് കളിയാണ് ഈ സിനിമ മുഴുവൻ. ക്രിക്കറ്റർ ആവാൻ കൊതിച്ച് അച്ഛന്റെ കട ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന മഹീന്ദ്ര അഗർവാൾ ആണെങ്കിലും തെരുവുകളിലും ഇടവകളിലുമൊക്കെ ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റർ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്ന, ക്രിക്കറ്റ് ഏറെയധികം ഇഷ്ടപ്പെടുന്ന, പിന്നീട് അച്ഛന്റെയും അമ്മയുടെ ഒക്കെ നിർബന്ധപ്രകാരം ഡോക്ടർ ആകേണ്ടി വരുന്ന മഹിമയുടെ കാര്യമാണെങ്കിലും എല്ലാം യാദൃശ്ചികതകളാണ്. എന്തായാലും നമ്മുടെ നായകൻ മഹീന്ദ്ര സ്റ്റേറ്റ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ക്രിക്കറ്റർ ആയിരുന്നു. ഫൈനലിലെ പരാജയം മൂലം അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയില്ല. അതോടുകൂടി അച്ഛൻ തീരുമാനിച്ചു, ഇനി നിനക്ക് ക്രിക്കറ്റ് വേണ്ട, നീ എന്റെ കടയിൽ നിന്നോളൂ. ഏത് അച്ഛനാണ് അങ്ങനെ തീരുമാനിക്കുന്നതെന്ന് അറിയില്ല. മകൻ സ്റ്റേറ്റ് ടീമിലെ മെമ്പറായിട്ട് പോലും കടയിൽ നിൽക്കാൻ പറയുന്ന അച്ഛൻ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ബോളിവുഡ് മാത്രമേ കണ്ടുവരുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം മഹിമയാണെങ്കിൽ പേരൻസിന്റെ നിർബന്ധപ്രകാരം ഡോക്ടർ ആയതാണ്. ഈ ഡോക്ടർ കല്യാണം കഴിക്കുന്ന ജോലിയും കോലിയും ഇല്ലാതെ അച്ഛന്റെ കടയിൽ നിൽക്കുന്ന മഹീന്ദ്രയാണ് എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യാത്മിക ഭൗതിക വാദം. എന്തായാലും അവർ കല്യാണം കഴിക്കുന്നു. അതിനുശേഷമാണ് മഹീന്ദ്ര തിരിച്ചറിയുന്നത് ഭാര്യയായ മഹിമയ്ക്ക് ക്രിക്കറ്റിനോട് അതിയായ താല്പര്യമുണ്ട്. അത് മാത്രമല്ല ക്രിക്കറ്റ് കളിക്കാനുള്ള സ്കില്ലുമുണ്ട്. മൈതാനത്തൊക്കെ പോയി ചുമ്മാ ചറപറ 6 അടിക്കുകയാണ് കക്ഷി. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ മഹിമ ക്രിക്കറ്റ് കളിച്ചതാണ്, അതിനുശേഷം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. അദ്ദേഹം തീരുമാനിക്കുന്നു സ്വന്തം ഭാര്യയെ ഒരു ക്രിക്കറ്ററാകും, നാഷണൽ ടീമിലെത്തിക്കും. 6 മാസം മാത്രമാണ് അദ്ദേഹത്തിന് എടുത്തത് സ്വന്തം ഭാര്യയെ ക്രിക്കറ്ററാക്കി ഒരു നല്ല കളിക്കാരിയാക്കി മാറ്റാൻ. സ്റ്റേറ്റ് ടീമിലും എത്തിച്ചു. രഞ്ജി ട്രോഫി, വനിതാ രഞ്ജി ട്രോഫി കളിക്കാൻ പോകുന്നുണ്ട് നായിക. എല്ലാ കളിയിലും അമ്പേ പരാജയമായിരുന്നെങ്കിലും ഫൈനലിൽ കളിച്ചുകൊണ്ട് നായിക തന്റെ കാലിബർ തെളിയിച്ചു. അതോടുകൂടി നേരെ നാഷണൽ ടീമിലേക്ക്. ബാക്കി കളികളൊക്കെ അവിടെ മാഞ്ഞുപോയി. ഫൈനലിൽ മാത്രം കളിച്ചാൽ മതി നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടുമെന്ന് മഹിമ തെളിയിച്ചു. എന്തായാലും നാഷണൽ ടീമിൽ എത്തിയോടുകൂടി മഹിമയുടെ വര തെളിഞ്ഞു. മഹിമ ഒരു വേറെ ലെവൽ ക്രിക്കറ്ററായി മാറി. അതോടുകൂടി പ്രശ്നങ്ങളും തുടങ്ങി. കോൺഫ്ലിക്റ്റ് എന്നൊരു സംഭവം ആവശ്യമുണ്ടല്ലോ സിനിമയിൽ. എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ആവശ്യമുണ്ട്. സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയി ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകൾ വേണം. അതല്ലെങ്കിൽ ജിസ്ജോയുടെ സിനിമ ആയിരിക്കണം. അതിൽ എതിരെ നിൽക്കുന്നവന്റെ കണ്ണു നോക്കി മനസ്സിലുള്ള വിഷമം അറിയാൻ സാധിക്കുന്ന നായകനും നായികയും കഥാപാത്രങ്ങളും ഒക്കെ ആയിരിക്കും. ഫുൾ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇവിടെ കോൺഫ്ലിക്റ്റ് ആവശ്യമുണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നായികയ്ക്ക് ഫെയിമും നെയിമും കിട്ടുമ്പോൾ നായകൻ ഒഴിവാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ചിന്ത അയാൾക്ക് വരുന്നു. അവളെക്കാൾ കൂടുതൽ അതിന് എലിജിബിൾ താനാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. കാരണം അവളെ വളർത്തിയത്, അവളെ ക്രിക്കറ്ററാക്കിയത് താനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നു. നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന്. പെരുന്തച്ചൻ കോംപ്ലക്സ് ഇതിന്റെ മറ്റൊരു രൂപം തന്നെയാണല്ലോ. തന്നെക്കാൾ വളരുന്നു, തന്റെ ശിഷ്യൻ അല്ലെങ്കിൽ തന്റെ ശിഷ്യ എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം കോംപ്ലക്സ്. എന്തായാലും അവിടെയാണ് മിസ്റ്റർ ആൻഡ് മിസസ് മാഹിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ അറിയുക, അനുഭവിച്ച് തന്നെ അറിയുക. എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്നത് പ്രിഡിക്റ്റബിലിറ്റിയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഭാര്യയായ
ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന യുവതിയും കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം കൃത്യമായിട്ട് ഉറപ്പാണ് എന്താണ് ഇനി സംഭവിക്കുകയെന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ട്രെയിലർ കണ്ടാൽ മാത്രം മതി, ഇതിന്റെ സിനിമയുടെ കഥ ഫുൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ബോളിവുഡ് സിനിമകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ട്രെയിലറുകളാണ്. ട്രെയിലർ കട്ട് ചെയ്യാൻ ഇതുവരെയും അവർ പഠിച്ചിട്ടില്ല. ഒരു 2-2.5 മിനിറ്റുള്ള ട്രെയിലർ ആയിരിക്കും, അതിൽ ഫുൾ 2.5 മണിക്കൂർ സ്റ്റോറി അവർ പറഞ്ഞു തരും. അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മലയാളത്തിൽ നിന്നോ സൗത്ത് ഇന്ത്യയിൽ നിന്നോ ആരെങ്കിലും പോയി ട്രെയിലർ കട്ട് ചെയ്ത് പഠിപ്പിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗത്ത് ഇന്ത്യൻ ഭാഷയിലെ ട്രെയിലറും ഹിന്ദി ട്രെയിലറും നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, വളരെ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ട്രെയിലറുകൾ കണ്ടാൽ നമുക്കൊരു ആവേശം, നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും, ഇനി എന്താണ് സംഭവിക്കുന്നത് സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതേസമയം ഹിന്ദി ട്രെയിലറുകളിൽ ഫുൾ കഥ പറഞ്ഞു തരും. പിന്നെ അതുകൊണ്ട് സിനിമ കണ്ട് കാശോ സമയമോ കളയേണ്ട യാതൊരു ആവശ്യവും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അങ്ങനെ അല്ലാത്ത ട്രെയിലറുകൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്തായാലും ഇതാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മാഹിയുടെ റിവ്യൂ. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.